അതിൽ ഈ ബ്രാൻഡിങ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ പ്രോസസ്സാണ്. അതായത് ഒരു ഡിസൈൻ കൊണ്ട് ഒരു ലോഗോ ഉണ്ടാക്കുന്ന അല്ല ബ്രാൻഡിങ്. എല്ലാ ബിസിനസ്സുകളും ബ്രാൻഡ് ആവത്തില്ല. ബിക്കോസ് ബ്രാൻഡ് ആവണമെങ്കിൽ ചില മേജർ ഇൻഗ്രീഡിയൻസ് വേണം. 1.5 കോടിയിലേക്ക് കടം വരുത്തി വെച്ച വലിയൊരു ലെഗസി എനിക്കുണ്ട്. പക്ഷേ ഫ്രം ദെയർ ഐ ടേൺ ബാക്ക് ടു സംതിങ് എൽസ്. അത് വേറെ കാര്യം. ടേബിളിൽ വെക്കാൻ എന്തുണ്ട് അപ്പോൾ, പക്ഷേ അത് പിന്നീട് എനിക്കത് റെസ്പെക്റ്റ് ആയിട്ട് തോന്നിട്ടുണ്ട്. ബിക്കോസ് വേറെ ആംഗിളൊന്നും പറയാതെ കാര്യം പറഞ്ഞു. പിന്നെ അതല്ല, അവിടെ ഒരു ജെൻഡർ കൊണ്ടുവന്നില്ല. സ്റ്റുപ്പിഡ് ഫെയിലിയേഴ്സ് ഒക്കെ നമുക്ക് മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്യൂറേറ്റ് ആയത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഐഡിയ കുറച്ചും കൂടെ റിഫൈൻ ചെയ്യാൻ പറ്റും. എല്ലാം ഞാൻ തന്നെ ചെയ്യും, എല്ലാം എൻ്റെ കയ്യിൽ കൂടെ തന്നെ പോകണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഒരു ബിസിനസ്സുകാരന് ഒരിക്കലും പാടില്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പറയും. ഇഫ് യു വോണ്ട് ഹെൽപ്പ് യു സീക്ക് ഹെൽപ്പ്. അങ്ങനെ ഹെൽപ്പ് ചോദിക്കാൻ നിങ്ങളൊരു ബ്രാൻഡ് ആണെങ്കിൽ, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡാണ് ഇന്ന് മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത്. ഫ്ലെക്സി ക്ലൗഡ് ഇസ് ദ ബ്രാൻഡ് ആൻഡ് അതിൻ്റെ ഓൾ ഇൻ ഓൾ അനുജ ഇസ് മൈ ഗസ്റ്റ്. മൈ ബ്രാൻഡ് മൈ പ്രൈഡിലേക്ക് സ്വാഗതം. താങ്ക് യു മഞ്ജു. താങ്ക് യു. ഓക്കെ, കാലത്തിന് മുന്നേ സഞ്ചരിച്ച ബിസിനസ്സുകാരി എന്നാണ് അനുജയുടെ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ്സുകാരിയിൽ നിന്നും ടു ദ സക്സസ്ഫുൾ ഓൺട്രപ്രണർ, ആ സ്റ്റോറി, ദ ജേർണി ഓഫ് ബിൽഡിംഗ് ഫ്ലെക്സി ക്ലൗഡ്, നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സോ ജേർണി ഓഫ് ഫ്ലെക്സി ക്ലൗഡിന് മുമ്പ് ഞാൻ എങ്ങനെ ഈ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നു എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ കോമഡി. ഫോർ എക്സാമ്പിൾ, അതെ, ഭയങ്കര കോമഡിയാണത്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നൊരു കാര്യമാണ്, ഞാനൊരു ആക്സിഡൻ്റൽ ഓൺട്രപ്രണറാണ്. ബിക്കോസ് എന്താണ് ഓൺട്രപ്രണർഷിപ്പോ സ്റ്റാർട്ടപ്പോ എന്ന് അറിയാത്ത കാലഘട്ടത്തിൽ ഞാൻ ഈ മേഖലയിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് പരിപാടി തുടങ്ങിയത്. അപ്പം എന്താ സംഭവിച്ചാൽ ഞാനൊരു കോർപ്പറേറ്റിൽ ഒരു സിവിൽ എഞ്ചിനീയറായി ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ട് ഹസ്ബൻഡ് കണ്ടിന്യൂസ് ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് നാട്ടിലേക്ക് എംടെക് എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്ന ആളാണ്. ഈ സമയത്ത് കോളേജിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിലൂടെ നമുക്ക് ഗേറ്റിൻ്റെ സ്കോർ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് എംടെക് കിട്ടും. ആ ആംഗിളിൽ ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ കയറിയപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഉള്ള പിള്ളേർക്ക് നല്ല ടാലൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ ഇവർക്ക് ആ ഒരു റൈറ്റ് സ്കിൽ സെറ്റ് എന്തുകൊണ്ടോ മിസ്സിംഗ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു എംപ്ലോയബിലിറ്റി കരിക്കുലം ഉണ്ടാക്കി, കാര്യം കോർപ്പറേറ്റ് നിന്നല്ല, ഇപ്പോൾ കോർപ്പറേറ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ചെയിനിൽ ഞാൻ വിചാരിച്ചു ഞാൻ മിക്കവാറും എഡ്യൂക്കേഷൻ തരംഗത്തിൽ എന്തൊക്കെയോ സംഭവം. അപ്പം ഇത് ഓൺട്രപ്രണർഷിപ്പ് ആണോ സ്റ്റാർട്ടപ്പ് ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്കൊരു ഐഡിയ, എക്സാക്ട്ലി മറ്റേ ആ ചേഞ്ച് മേക്കർ ഭൂതം കയറിയിട്ട്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലിരുന്ന സേവിങ്സ് എല്ലാം എടുത്തിട്ട് ഞാൻ ഒരു ഓഫീസൊക്കെ ഇത് ചെയ്തു, ഒരു 8-10 ലക്ഷം രൂപ എടുത്ത് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തു. അന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇത് എന്താ സംഭവം. കാരണം ഞങ്ങൾ ഈ വലിയ ചാട്ടമാണ്, വലിയ ചാട്ടം വെച്ചാൽ ഞങ്ങൾക്ക് NRIസിന് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് ഒരു അഹങ്കാരമാണ്. അതായത് ഞങ്ങളെല്ലാം ചെയ്ത് റോയൽറ്റിയിലേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ആ ക്ലാസ്സേ ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ ചെറിയ പരിപാടി നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കൊണ്ട് കാശൊക്കെ മുടക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് 2 മാസം പോലും തേച്ചില്ല, വീട്ടിൽ നിന്ന് അടച്ച് പൂട്ടി. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഈ ഐഡിയ ഉണ്ടെങ്കിലും ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഇത് വേരോടെ പറിച്ചെടുക്കാൻ മാത്രമുള്ള ആർക്കും ഇപ്പോഴും പറ്റത്തില്ല. അത്രയ്ക്ക് വളരെ സ്ട്രോങ് ആണ് നമ്മുടെ ഇവിടുത്തെ ജോബ്. പെട്ടെന്നൊരു ചേഞ്ചിനെ അവർ എംബ്രേസ് ചെയ്യത്തില്ല. കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഫസ്റ്റ് എട്ടക്ക് തന്നെ ആയിരിക്കും. അന്ന് എട്ടക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഇപ്പം എനിക്കറിയാം അന്ന് ഞാൻ ഉണ്ടാക്കിയത് എന്താണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു ക്ലയൻറ്റിന് വേണ്ടി സത്യം പറഞ്ഞാൽ അതൊരു ഈ എക്സാക്ട് സാധനം ഒരു ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെയിലിയർ ആയ ശേഷം 2010 എല്ലാം കഴിഞ്ഞ് മടക്കി പൊട്ടിക്കെട്ടി. പക്ഷേ എന്നാലും ഈ സാധനം കഴിച്ചു കാരണം നമുക്ക് രക്ഷയില്ലല്ലോ, ഇതൊരു വനം പോലെയാണല്ലോ. അപ്പോൾ ഞാൻ 2010 എനിക്ക് എന്ത് ചെയ്തിട്ടും തിരിച്ച് കോർപ്പറേറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ച് വീണ്ടും 2016 എൻ്റെ അപ്പോൾ തിരിച്ചു വന്ന് 2017 ഒരു മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എഡ്യൂക്കേഷൻ എന്തായാലും ഓടത്തില്ല. അപ്പം മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് തുടങ്ങി. ബിക്കോസ് എനിക്ക് നല്ല എൻ്റർപ്രൈസ് ക്ലയൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വെണ്ണലൊരു ഓഫീസൊക്കെ ഇട്ട് വീണ്ടും ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വീണ്ടും ഇതെല്ലാം ചെയ്ത് വളരെ നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു ബാക്കപ്പ് എന്ന രീതിയിൽ ഈ അഡീഷണൽ ഇൻറ്റീരിയർ ചെയ്ത സ്പേസ് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കുറേ അസോസിയേറ്റ്സും കുറച്ച് ക്യാബിൻസും കുറച്ച് വർക്ക് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ ഒരു കോവർക്കിംഗ് സ്പേസ് അല്ല, അപ്പോഴും ഞാൻ അറിയത്തില്ല ഞാൻ ഉണ്ടാക്കിയത് ആദ്യത്തെ കോവർക്കിംഗ് സ്പേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഞ്ജു അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ കീവേഡ് ചോദിച്ചല്ലോ. ഈ ടൈമിന് മുമ്പ് ചെയ്യുന്നത് എൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എൻ്റെ സ്റ്റാർട്ടപ്പ് ഫീലേഴ്സിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇതായിരുന്നു, ഞാൻ ഹെഡ് ഓഫ് ടൈം ചെയ്ത ആളാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ബിസിനസ്സിലെ ശ്രീനിവാസനാണ് ആണ്. അപ്പോൾ പക്ഷെ കോമഡി ഈ രണ്ടാമത്തെ പ്രാവശ്യത്തുള്ള കോമഡി വലിയ കോമഡി ആയിരുന്നു. മറ്റേതിലൊരു 8-10 ലക്ഷം രൂപ ഇൻറ്റീരിയറും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു 15-20 ലക്ഷത്തിനടുത്തേ ഞാൻ നഷ്ടപ്പെടുത്തിയുള്ളൂ. രണ്ടാമത്തെ അങ്ങനെയല്ല, അതൊരു ഭയങ്കര പണ്ടോറാസ് ബോക്സ് കഥയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവർക്കിംഗ് സ്പേസിൽ നിന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി വെണ്ടർക്ക് പൈസ കൊടുത്തില്ല. ഒരു 10-15 ലക്ഷം രൂപ ആപ്ലിക്കേഷൻ എന്തോ ചെയ്തിട്ട് പൈസ കൊടുക്കാത്തപ്പോൾ വെണ്ടർ പ്രശ്നം ഉണ്ടാക്കി ഓഫീസിൽ വന്ന്. കാരണം അഡ്രസ്സ് ഇവിടെ ഇല്ലേ. അപ്പം അത് ഒരുവിധം ഒപ്പിച്ച് ഒന്ന് സൈഡാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾ എവിടുന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്ത് ഏതോ രാജ്യത്തുള്ള ആൾ. അയാൾ വന്ന് ഓഫീസിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. അയാൾ എന്നോട് പറഞ്ഞു, അയാൾ എൻ്റെ വീട്ടിലെ അഡ്രസ്സ് വരെ കണ്ടുപിടിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലെങ്ങാനും ഇത് പോയി കഴിഞ്ഞുള്ള പേടി അറിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ കാശ് നിൽക്കാൻ തുടങ്ങി ആസ് യൂഷ്വൽ. പക്ഷെ നമുക്കന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ പുറത്തുനിന്നുകൊണ്ടേ കേരള മാർക്കറ്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് എനിക്ക് നുക്ക് ആൻഡ് കോർണർ എനിക്ക് കാണുമ്പോൾ ഞാൻ പറയും കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾക്ക് ആ പൈസ കൊടുത്തപ്പോൾ ഞാൻ ശരിക്കും അറിഞ്ഞില്ല, ഞാൻ ഹെല്ലിലേക്കുള്ള എൻ്റെ വാതിൽ തുറക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവിടെ ക്യൂ ആയി. ബിക്കോസ് പൈസ കൊടുക്കുന്നാകുമ്പോഴത്തേനും എല്ലാവരും അങ്ങനെ ആ ജേണി എന്നെ എൻ്റെ അപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫീസ് ഞാൻ വിറ്റു, എല്ലാ സാധനങ്ങളും ഞാൻ വിറ്റു. എൻ്റെ വണ്ടി അടക്കം എനിക്ക് മോട്ടേജ് ചെയ്യേണ്ടി വന്നു. കാരണം വെച്ചാൽ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല, അപ്പോഴും പൈസ തീരുന്നില്ല. ബിക്കോസ് ഇത്രയും പേരുണ്ടല്ലോ. പിന്നെ അപ്പം എംപ്ലോയീസിന് ആ പ്രശ്നം, എക്സിസ്റ്റിംഗ് പ്രോജക്ട്സിൻ്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആ പ്രശ്നം, അങ്ങനെ വന്ന് റോൾ ചെയ്യാനും പറ്റുന്നില്ല. നമുക്കറിയത്തില്ല റോൾ. ബിക്കോസ് ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ്റ് എന്ന് വരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളല്ല ഞാൻ. ഐ ഓൾവേസ് കൈൻഡ് ഓഫ് ലിവ് മണി. അപ്പോൾ അത് കാരണം ഈ പുതിയ സാധനം നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണ്. അപ്പോഴത്തേക്കിനും മറ്റേ കടമെടുക്കാനും അപ്പോൾ ആരോടെങ്കിലും ഓടിയൊക്കെ കിട്ടും. നമുക്ക് ഓടിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാം കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നു, പൈസ കിട്ടുന്നു, അങ്ങനത്തെ. അപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് അല്ലായിരുന്നു ശരിക്കുള്ള ഫോക്കസ്. കൂടുതലും ബിസിനസ് റൺ ചെയ്യുക, അതിനൊരു ഇന്നോവേഷൻ ആംഗിൾ ഉണ്ട്, അത്രയായിരുന്നു. അവിടുത്തെ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സാധനം നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് ഇറങ്ങണമല്ലോ. അപ്പം ഇതിന് പൈസ റോൾ ചെയ്യാൻ കിട്ടുന്നത് വെച്ചാൽ ലോൺ അങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ കൊളാട്രൽസ് ഇല്ലാതെ ലോൺ കിട്ടുന്ന ഒരേ ഒരു പരിപാടിയേ ഉള്ളൂ, മാർവാടി. അപ്പോൾ വട്ടിപ്പലിശ സാധനം. അപ്പോൾ ഈ സംഭവം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഐ നെവർ എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, നോർ ഐ ഹേർഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ, കൊളാട്രൽ തൊട്ടാൽ വീട്ടുകാരറിയും. അത് വീട്ടുകാരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വീട്ടുകാർ ഓൾറെഡി എന്നോട് എൻ്റെ പപ്പ പണ്ട് പറയുന്നു ഓൺട്രപ്രണർഷിപ്പ് വീട്ടിൽ ബാൻഡാണ്, വേണ്ടി പോരുത് അതിനെക്കുറിച്ച്. അപ്പോൾ പേടി കാരണം ഞാനിത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. അങ്ങനെ അത് വാങ്ങി ഒരു 25 ലക്ഷം രൂപ എങ്ങാണ്ട് കടം, 25 ലക്ഷം രൂപ കടമെടുത്തു. പക്ഷേ അതിൽ നിന്ന് ആ റോൾ ഓൺ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 75 പോയി 1.5 കോടിയിൽ അത് എൻഡ് ചെയ്തു. അങ്ങനെ 1.5 കോടിയിലേക്ക് കടം വരുത്തി വെച്ച വലിയൊരു ലെഗസി എനിക്കുണ്ട്. പക്ഷേ ഫ്രം ദെയർ ഐ ടേൺ ബാക്ക് ടു സംതിങ് എൽസ്, അത് വേറെ കാര്യം. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതെല്ലാം ശരിയാക്കി ഒരു 1.5 വർഷത്തിന് 1.5 വർഷത്തിന് ഞാനൊന്ന് ബാലൻസ് ചെയ്ത് വന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ടെക്ക് വേണം സ്കെയിൽ ചെയ്യാൻ. അങ്ങനെ എന്നിട്ട് ടെക്കിലേക്ക് അറിയാവുന്ന ഒരു എക്സ്പേർട്ടിനെ വേണമെന്നപ്പോഴാണ് ഞാൻ ഒരുവിധം വീണ്ടും ആ മാർക്കറ്റിംഗ് ഏജൻസി രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പോലെ എനിക്ക് ഈ പ്രശ്നം മനസ്സിലായി, ഒറ്റയ്ക്കുള്ള കളി ശരിയാകത്തില്ല, ഒരാളെയും കൂടി വേണം. അപ്പം ഒരുവിധം ഞാൻ ഒരാളെടുത്ത് പോയി ഇത് ചെയ്തപ്പോഴത്തേക്കിനും പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ വലിയ ആളായിരിക്കും, ഞാൻ ചെറിയ ബിസിനസ് നടക്കുന്ന എനിക്കൊരു സ്റ്റാഫും ഉണ്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമുണ്ട്, കട എനിക്ക് ഇത്രയും വരുത്തി വെച്ച ലെഗസിയും ചരിത്രമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ബിസിനസ് ചെയ്യാനാണെങ്കിലും എന്തുണ്ട്, വാട്ട് ഈസ് യുവർ ബേസ് ടു ഡു ബിസിനസ് വിത്ത് മീ. ആ പറഞ്ഞത് എൻ്റെ ഇന്നത്തെ കോഫൗണ്ടർ വിനോദ് ചാക്കോയാണ്. അപ്പോൾ ഞാനിങ്ങനെ പക്ഷേ എൻ്റെ ഈഗോയെ അത് ബേസിക്കലി ഹേർട്ട് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ബിക്കോസ് അത്രയും കഷ്ടം വെച്ചിട്ട് അതെ എന്നിട്ട് ഞാൻ പാടുവിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം. സി വാട്ട് യു ആസ്ക്ഡ് മീ വാസ് ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ടു ഗിവ് ഇൻ ടേബിളിൽ വെക്കാൻ എന്തുണ്ട്. അപ്പോൾ പക്ഷേ അത് പിന്നീട് എനിക്കത് റെസ്പെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് വേറെ ആംഗിളൊന്നും പറയാതെ കാര്യം പറഞ്ഞു. പിന്നെ അതല്ല അവിടെ ഒരു ജെൻഡർ കൊണ്ടുവന്നില്ല. ലൈക്ക് ആസ് എ കോ ഫൗണ്ടർ വാട്ട് ക്യാൻ യു ഓഫർ മീ, ദാറ്റ് വാസ് ഹിസ് ക്വസ്റ്റ്യൻ. സോ ഞാൻ പോയൊരു എനിക്കറിയാവുന്ന അന്നത്തെ എനിക്കറിയാവുന്ന ഒരു പരിപാടി മാർക്കറ്റിംഗ് ആയിരുന്നു. ഞാനൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്തു. ഒരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോമിൽ കൂടെ ഐ വർക്ക്ഡ് ഓൺ സംതിങ് വിച്ച് ഗേവ് മീ സം ആ ക്യാമ്പയിൻ ചെയ്തതിന് ഐ ഗോട്ട് സം അതിൻ്റെ പ്രോഫിറ്റായിട്ട് എനിക്കൊരു 5 lakhs അറൗണ്ട് ഞാൻ ഇത് ചെയ്തു. വന്നപ്പോൾ എനിക്ക് ആ പൈസ എടുത്തിട്ട് ഞാൻ കൊണ്ടിട്ട് പറഞ്ഞു ശരി ഇതെൻ്റെ കോൺട്രിബ്യൂഷനാണ്, വൈ കാൺ വി ഡു സംതിങ്, നൗ വി ഹാവ് സ്റ്റേറ്റസ് സെയിം ആയില്ലേ നമ്മൾ. അങ്ങനെ വന്ന് ഞങ്ങൾ കോഫൗണ്ടേഴ്സ് അപ്പോൾ ഒറിയെന്നൊരു കമ്പനി വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്
അവിടുന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ 2019 ആയിട്ട് വന്നപ്പോൾ ഒരുവിധം പിടിച്ച് വന്നുകൊണ്ടിരിക്കും, സ്റ്റേബിളായി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അടുത്ത വരിക, തീരുന്നില്ല കേട്ടോ ഇത്, ഇതൊരു സൈക്കിളാണ് എനിക്ക്. 2018 എൻ്റെയോടെയാണ് നമ്മുടെ മഹാമാരിയായ കോവിഡ് വരുന്നത്. അപ്പോൾ എന്നോട് വിനോദ് പറയുന്നത് ലോക്ക്ഡൗൺ ആണ്, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എന്ത് ലോക്ക്ഡൗൺ ആയാലും കൊള്ളാം, ഞാൻ പോവും ഓഫീസിൽ. ബിക്കോസ് ഏത് സർക്കാർ വന്നാലും ഞാൻ എല്ലാം അടിച്ചു. ബിക്കോസ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇനിയും ഒരു എങ്ങനെ നമുക്ക് സഹിക്കണം, ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് എ മാഡ്നസ് ലൂപ്പ് ടു മീ. പക്ഷേ പിന്നെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി, ഇത് വർക്കാവില്ല, ഇത് വീഴുന്നത്. അങ്ങനെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ കയറി. ഡിപ്രഷൻ കയറിയിട്ട് ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, FBയിലിരുന്ന് പോസ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആരോ പറഞ്ഞു അധികം ഫുഡ് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടർ പറഞ്ഞിട്ടുണ്ട് കേസ് വരും എന്നൊക്കെ. അപ്പോൾ അതും മനസ്സിലാവുന്ന. അപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹബ്സ്പോട്ടിൽ പോയി കോഴ്സുകൾ പഠിക്കാൻ തുടങ്ങി. ആ സമയത്താണ് എൻ്റെ ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞത് IIM വോട്ടനൊക്കെ ഓൺലൈൻ പോർട്ടൽസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഓൺടർപ്രണറിയൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. രണ്ടിനും എനിക്ക് ഭാഗ്യത്തിന് കിട്ടി. അങ്ങനെ അത് എനിക്കൊരു മറ്റേ നെറ്റ്ഫ്ലിക്സും OTT മാത്രമാണല്ലോ, അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സാധനത്തിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്യും. പിന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി കാരണം ഞാൻ ബ്രാൻഡ് മാനേജ്മെൻറ്റ് പഠിച്ചു IIM-ന്ന്. വോട്ടനിന്ന് സ്ട്രാറ്റജിക് നല്ല മെൻറ്റേഴ്സായിരുന്നു എനിക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പഠിച്ച സാധനം എവിടെയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ. ആ സമയത്താണ് എനിക്ക് ഓൺലൈൻ ഈ ജിം നമുക്ക് ഓൺലൈൻ എൻ്റെ PT ഉണ്ടായിരുന്നു. PT എന്നോട് പറഞ്ഞു എൻ്റെ കുറേ നല്ല സെലിബ്രിറ്റി ക്ലയൻസ് ഒക്കെ ഉണ്ട്, എനിക്കൊരു ബ്രാൻഡ് പോലെ ഉണ്ടാക്കി, മാമിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് മറ്റേ ഐഡിയ ബൾബ് എത്തുന്ന പോലെ ഈ സാധനം ഇവിടെ അപ്ലൈ ചെയ്തല്ലോ. അപ്പം ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ വലിയ കാര്യത്തിൽ നമുക്കിതെല്ലാം വലിയ അറിയുന്ന പുള്ളിക്ക് അറിയാം എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ഫുൾ ഐഡിയ നമുക്കില്ല, പക്ഷേ ബേസ് ഐഡിയ ഉണ്ട്. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു നമുക്കെന്താ ചെയ്യാം. പുള്ളി പറഞ്ഞു ഇന്ത്യയിൽ വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര പൈസ ഉണ്ട് ഇന്ത്യയിൽ? 25,000. ഓക്കെ സ്റ്റാർട്ട്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ബ്രാൻഡ് ഞാൻ ഫൈസൽ സാവിയോ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് സെൻറ്റർ. അവിടെ ഇത് ആ ലോഗോ ഒക്കെ എൻ്റെ ഡിസൈനറുമായിട്ട് ഞാൻ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഞങ്ങൾ രാവിലെ ഭയങ്കര എന്നിട്ട് ഈ തിയറിയൊക്കെ ബുക്സൊക്കെ എടുത്തും ഇതിൻ്റെ എല്ലായിടത്തും വായിക്കുക, ഇതെങ്ങനെ ശരിയാവും അങ്ങനെ അങ്ങനെ തുടങ്ങിയ സാധനം ഓണം ആയപ്പോഴത്തേക്കിനും 25 ക്ലയൻസിനെ ഞാൻ 25,000 രൂപയ്ക്ക് തന്നെ സെയിം ഈ സാധനം എടുത്ത് ഈ ബണ്ടിൽ ഞാൻ എടുത്ത് വെച്ചു. അത് പോയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പണി എനിക്കറിയാം, വർക്കാവും. അപ്പോൾ ബിക്കോസ് അല്ല ഈ പ്രാവശ്യം ഞാൻ പഠിച്ചിട്ട് എനിക്ക് തന്നെ ഇതിലൊരു ഒത്തൻറ്റിസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഏകദേശം പിന്നെ മാത്രമല്ല ഈ കേരള മാർക്കറ്റും അപ്പോഴത്തേക്കിനും അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഞാൻ പഠിച്ചു വന്നു. അങ്ങോട്ട് നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ നോർത്തിലേക്ക് നോക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇവിടെ തന്നെ ഒതുങ്ങിയിട്ടൊന്നും നടക്കില്ല എന്നോർത്ത്. ഐ എം വെരി അംബിഷ്യസ് ആൻഡ് ആ കാര്യത്തിൽ മൈ ഐസ് ആർ ഓൾവേസ് ഓൺ. സൈമൺ സിനക്കിൻ്റെ ആരാധകയായിരുന്നു. ഇങ്ങനെ പോലും ഒരിക്കലും എപ്പോഴും മുകളിലേക്ക്. അപ്പോൾ ഞാൻ സൈമൺ സിനക്ക് പറഞ്ഞ പോലെ ഔട്ട്വേർഡ് ടു ഇൻവേർഡ് ആണെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഔട്ട്വേർഡ് ഇക്കോസിസ്റ്റത്തിൽ ഞാൻ നോക്കി എത്ര ഫീമെയിൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞാൻ ശ്രദ്ധാ ശർമ്മയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ശ്രദ്ധാ ശർമ്മയെ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു ആംഗിളിലേക്ക് എന്തൊക്കെയായിരുന്നു, ഹൗ ഷീ കോൺസെപ്റ്റുവലൈസ് നമ്മൾ രണ്ടുപേരും സെഗ്മെൻറ്റ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു എങ്ങനെയാണ്. അവിടെ നിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഐ ഗോട്ട് ഇൻ ടു ദ റിയൽ ഗെയിം. അതൊന്നും ഒരുവിധം രക്ഷയായപ്പോഴത്തേക്കും 2021 ആയപ്പോഴത്തേക്കിനും നമ്മൾ അത്യാവശ്യം ഒറിയ എന്ന് പറഞ്ഞ കമ്പനി അത്യാവശ്യം സ്റ്റേബിളായി. അപ്പോൾ ഞാൻ വിനോദിനോട് പറഞ്ഞു നമുക്കൊരു പണി ചെയ്താലോ എന്നാ നിൻ്റെ ഈ ഫ്രീലാൻസ് ഐഡിയയിൽ. അപ്പോൾ മറ്റേതൊരു ഫ്രീലാൻസ് ഏജൻസി കം ഒരു 1 man ഷോ വിത്ത് അനദർ പേഴ്സൺ ഈസ് റണ്ണിങ് ഇറ്റ്, ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനി പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ കാൺ വി മേക്ക് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, സ്റ്റാർട്ടപ്പ് ആക്കാം. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ആക്കി. ആ സ്റ്റാർട്ടപ്പ് 3 ഇയേഴ്സിനുള്ളിൽ ടോപ്പ് 200 സ്റ്റാർട്ടപ്പ് ബൈ ഫോബ്സ് ആയിട്ട് വന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലെക്സി ക്ലൗഡ് ഉണ്ടാകുന്നത്. My experience, my expertise with his brainchild concept ഒരു ഫ്യൂഷൻ ചെയ്തപ്പോഴാണ് ഫ്ലെക്സി ക്ലൗഡ് എന്ന ആ ഒരു പിറവി അവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഫോബ്സിൻ്റെ ടോപ്പ് 200 ബ്രാൻഡ്സിലൊന്ന് കേരളത്തിലാകെ 3 ബ്രാൻഡുകൾക്ക് മാത്രം പറ്റിയിട്ടുള്ള ഒരു ബാനറാണത്. അതെ. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഈസ് ഫ്ലെക്സി ക്ലൗഡ്? സോ ഫ്ലെക്സി ക്ലൗഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഊബർ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലെയുള്ള ക്ലൗഡിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതൊരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം. ശരിക്കും പറഞ്ഞാൽ ഒരു പാസ് പ്ലാറ്റ്ഫോമാണ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അപ്പോൾ നോർമലി വിനോദ് സ്റ്റാർട്ട് ചെയ്തൊരു ഹോസ്റ്റിംഗ് കമ്പനിയിൽ നിന്നായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് എസ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ അവിടെ നിന്ന് പുള്ളി ക്ലൗഡിൽ വർക്ക് ചെയ്ത നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പെയിൻ പോയിൻ്റ് ക്ലയൻസിൻ്റെ പുള്ളി കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സിൽ നിന്ന് ഈ ക്ലൗഡ് പ്രൊക്യൂർ ചെയ്താലും പലപ്പോഴും ഇത് മാനേജ് ചെയ്യാൻ ആളില്ല. എത്ര പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് മെയിൽ അയച്ചാലും ഇത് എൻ്റർപ്രൈസ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ബിക്കോസ് ബിഗ് ടിക്കറ്റ് സൈസ് അവിടെയാണ്.
അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വോളിയം ഗെയിമിൽ ഈ സ്റ്റാർട്ടപ്സ് SMBs വേണ്ടിയിട്ട് പുള്ളിയുടെ ഒരു ഐഡിയ ആയിരുന്നു നമുക്ക് എന്തുകൊണ്ട് ഒരു ഫ്ലെക്സിബിൾ ക്ലൗഡ് ഉണ്ടാക്കിക്കൂടാ. പുള്ളി ആ ഫ്ലെക്സി ക്ലൗഡ് ഉണ്ടാക്കിയതിൻ്റെ കോൺസെപ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കോർ ഐഡൻറ്റിറ്റി അങ്ങനെയാക്കി ഫ്ലെക്സിബിൾ ക്ലൗഡ്. അപ്പോൾ ഫ്ലെക്സിബിൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് നിങ്ങൾക്ക് എങ്ങനെ ഫ്ലെക്സിബിളായി നിങ്ങളുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് ക്ലൗഡിലേക്ക് നിങ്ങൾ ഓൺബോർഡ് ചെയ്തതിലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ കണ്ടല്ലേ സൈറ്റ് കമ്മിങ് ഡൗൺ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടും. അങ്ങനെ അപ്പോൾ മറ്റൊരു സെക്യൂർ സിസ്റ്റത്തിൽ ഇരിക്കണമെങ്കിൽ ക്ലൗഡിലിരിക്കുന്നത്. പക്ഷേ ക്ലൗഡ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊരു അഫെയറാണ്. പിന്നെ അത് പറഞ്ഞാൽ ഇനി ക്ലൗഡ് എങ്ങനെയെങ്കിലും പ്രൊക്യൂർ ചെയ്യുന്നതെന്ന് വെച്ചോ നമുക്ക് ഇൻഹൗസ് ആയിട്ട് ആൾക്കാർ വേണം അത് മാനേജ് ചെയ്യാൻ. സാധാരണ ടെക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷേ ഈ സ്റ്റാർട്ടപ്സും SMBക്കും ഒരു ടീമിനെ എഫേർഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ആയിരിക്കില്ല ഒരു ബിഗിനർ സ്റ്റേജിൽ അത് പോസിബിൾ. പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കിനും ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ഭയങ്കരമാണ്. അതുപോലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരൊരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെയിൻ പോയിന്റ് ഓൾറെഡി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൂഗിളിൽ തന്നെ ഈ 5-10 സെക്കൻഡിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ കോടിയുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ കേസിൽ കോടിയില്ലെങ്കിലും 10,000 ആണെങ്കിൽ അവരുടെ നഷ്ടം വലിയ നഷ്ടമല്ല, അവരെ സംബന്ധിച്ചോളം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഈ ഒരു സാധനം ഉണ്ടാക്കി. അപ്പോൾ ഫ്ലെക്സി ക്ലൗഡ് എന്താണെന്ന് വെച്ചാൽ ഒരു അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോമാണ്. എല്ലാ പബ്ലിക് ക്ലൗഡ്സിനെയും നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. ലൈക്ക് AWS, ഡിജിറ്റൽ ഓഷൻ, അപ്പ് ക്ലൗഡ്, ലിനോഡ്, വൾച്ചർ. നമ്മൾ ഇതിൻ്റെ എല്ലാം ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലയൻറ്റിന് എന്തുമാത്രം സ്പേസ് ആണ് ക്ലൗഡിൽ വേണ്ടത്, എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്, ആ പ്രീക്വസിറ്റ് നമ്മൾക്കൊരു കോർ ടീം ഉണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇനി അവരുടെ ടീം ഐഡൻറ്റിഫൈ ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അല്ലെങ്കിൽ നമ്മളതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ അവർക്ക് വേണ്ട ആ പ്രോക്സിമിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ക്ലൗഡ് ബേസ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതുകൂടാണ്ട് നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും സപ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റ ഒക്കെയാണെങ്കിൽ വേർഡ്പ്രസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവിടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് പല ആപ്ലിക്കേഷനിലാണല്ലോ ഈ വെബ്സൈറ്റ്സും ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ ആപ്ലിക്കേഷൻസിനും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതെല്ലാം പോരാത്തതിന് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്സും അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുടക്കക്കാരാണ്. അവരുടെ കയ്യിലൊരു വലിയ പൈസ ക്ലൗഡിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് പീരീഡ് സമയത്ത് ഇവരങ്ങോട്ട് എടുക്കും. ക്രെഡിറ്റ് പീരീഡ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതേ പൈസ അങ്ങ് പോകും. അപ്പോൾ ബേസിക്കലി ആ ക്രെഡിറ്റ് പീരീഡ് കഴിയുന്ന സമയം മുതൽ ഈ ക്ലോക്ക് ഒരു ടിക്ടോക്ക് അവസ്ഥയിലാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇവർക്ക് പൈസ കൊടുക്കാൻ പറ്റാതാവുമ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റ് താഴെ പോയി നഷ്ടമാണ് ഇവർക്ക്. അപ്പോൾ അതിലേക്ക് പോകാതെ ചെറിയ പ്ലാനുകൾ, അതായത് ഒരു 500 രൂപയുടെ പ്ലാനുകൾ, ഈസിലി സ്കെയിലബിൾ എന്നൊരു സാധനം, ഫ്ലെക്സിബിൾ പ്ലാൻസ്. അതായത് നിങ്ങൾക്കൊരു 500 രൂപയിൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് 1000, 2000, ഞങ്ങൾക്ക് 500 രൂപയിൽ തുടങ്ങി ഞങ്ങൾക്ക് 1,00,000 രൂപ വരുന്ന ക്ലയൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഗ്രോത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാം. അല്ല, അവരുടെ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ ഒരു ബ്രാൻഡിന്റെ ഗ്രോത്ത് അനുസരിച്ച് അവരുടെ സ്കെയിലബിലിറ്റി അനുസരിച്ച് അവർക്ക് കൂടുതൽ റിക്വയർമെന്റ്സ് വരും, അവർക്ക് കൂടുതൽ മാനേജ്മെന്റ് റിക്വയർമെന്റ്സ് വരും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് അതനുസരിച്ച് ബിൽ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയും ഒരു ഓപ്ഷൻ ഫീച്ചർ നമ്മൾ കൊണ്ടുവന്നു. അതുകൂടാണ്ട് ഈ പറയുന്ന പോലെ ഇൻ കേസ് എന്തെങ്കിലും സൈബർ സെക്യൂരിറ്റി വേഴ്സ്റ്റ് കേസ് എന്തെങ്കിലും അങ്ങനെ എന്തുണ്ടായെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ ഒരു ഗ്യാരണ്ടീഡ് ബാക്കപ്പ് ഇത് ചെയ്ത് നോക്കും. ബാക്കപ്പ് ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് ഈ ബാക്കപ്പിനെ എപ്പോൾ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതൊന്ന്. രണ്ടാമത് നമ്മൾ ഓൾറെഡി നമുക്കൊരു കോർ ടീം ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു സൈബർ സെക്യൂരിറ്റി വിങ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ സൈബർ അറ്റാക്സോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോർ ടീമാണ് 24/7 നമുക്ക് ലൂപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതായത് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ വെബ്സൈറ്റ്. പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറയുന്ന ആ കോൺസെപ്റ്റ് ഞങ്ങൾ പ്രൊഡക്റ്റ് ആക്കി. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആകുമ്പോൾ എൻ കൺസ്യൂമർ, അതായത് ആരാണോ ഉപയോഗിക്കുന്നത്, ഞങ്ങൾക്ക് കസ്റ്റമറും ഉണ്ട്, ഞങ്ങൾക്ക് കൺസ്യൂമറും ഉണ്ട്. ഏജൻസീസാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ്. പിന്നെ അവരുടെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന അവർ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആർക്ക് വേണ്ടിയിട്ടാണോ അവരാണ് ഞങ്ങളുടെ കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമർ ആസ് വെൽ എസ് കസ്റ്റമർ ആണെങ്കിൽ പോലും അവർക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് തന്നെ അവരുടെ സെർവർ സെറ്റപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ബാക്ക് എൻഡ് ടീം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഗ്ലിച്ച് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഞങ്ങളുടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. സോ അതാണിപ്പോൾ ഞങ്ങളുടെ പ്രസൻ്റ്ലി ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അപ്ഡേറ്റ്. ഓക്കെ. അപ്പോൾ ഇത് ഹു ഓൾ ക്യാൻ അവെയിൽ യുവർ സർവീസസ് എന്ന് ചോദിച്ചാൽ ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ എന്താ പറയുക?
ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്സ് സ്പെഷ്യലി ഒരു ഹൈ എൻഡ് ട്രാഫിക് വരുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ, ഇവർക്ക് രണ്ടുപേർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യം. പക്ഷേ എന്നാൽ തന്നെയും ഈവൻ ഏത് സ്റ്റാർട്ടപ്പിനൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഞങ്ങളുടെ കസ്റ്റമർ ആവും. കാരണം വെച്ചാൽ മാനേജ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം പിന്നീട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഞങ്ങളാണ് സർവർ സൈഡ് കംപ്ലീറ്റ്, സർവർ സാനിറ്റി കംപ്ലീറ്റ് ഞങ്ങൾ മാനേജ് ചെയ്തോളൂ. അപ്പോൾ ആ തലവേന അവർക്ക് ഉണ്ടാകത്തില്ല. മനസ്സിലായി. ഓക്കെ. ഇപ്പം അനുജയുടെ കേസ് പറയുകയാണെങ്കിൽ അനുജ ഒരു 45+ ഇൻക്യുബേറ്റേഴ്സ്, IIMs, IITs ഇവർക്കൊക്കെ മെൻറ്റോറാണ്. ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന് എന്തുകൊണ്ടൊരു മെൻറ്റർ വേണം എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. വൈ ഡു യു നീഡ് എ മെൻറ്റർ എന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റുഡൻറ്റിനൊക്കെ അത് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ തുടക്കത്തിൽ അത് ആവശ്യമാണ്. പക്ഷെ ഒരു ബ്രാൻഡിന് എന്തുകൊണ്ടൊരു മെൻറ്റർ വേണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. വൈ ഡു വി നീഡ് എ മെൻറ്റർ? ആദ്യം മഞ്ജു ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരവുണ്ട്. ബിക്കോസ് നമുക്കറിയാവുന്ന പണി നമുക്കറിയാം. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, സ്പെഷ്യലി ഒരു ബിസിനസ്സിനെ മൊത്തത്തിൽ അതിനെ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ ഹെൽപ്പ് വേണ്ടി വരും. ആ എക്സ്പേർട്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി പോയ പാതയിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ സാധനം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഹെൽപ്പ് കറക്റ്റ് സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ആ ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കത്തിച്ചു പോകുന്ന പൈസ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, നമ്മുടെ സ്റ്റുപ്പിഡ് ഫെയിലിയേഴ്സൊക്കെ നമുക്ക് മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്യൂറേറ്റ് ആയത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഐഡിയ കുറച്ചും കൂടെ റിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ കസ്റ്റമറിനെയും നമ്മുടെ എൻറ്റയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഈ മെൻറ്റോസ് വരുമ്പോൾ. ഇപ്പം ഞാൻ മെൻറ്റർ ആയതിൻ്റെ ബേസിക് കാരണം തന്നെ എൻ്റെ ജേർണിയിൽ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറേ ഐഡിയാസ് കിട്ടി. അതിൽ നിന്ന് ഞാൻ ആക്ച്വലി സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. ഒരു പുതിയൊരു ബ്രാൻഡിന് അവരുടെ മിസ്റ്റേക്കിൽ നിന്ന് തന്നെ ലേൺ ചെയ്യണമെന്നില്ല. ബിക്കോസ് അത് എന്താ വെച്ചാൽ എത്ര വർഷം എൻ്റെ പോയി ടൈം. ആക്ച്വലി അതാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ സമയം വെറുതെ കളയുമോ അതോ നിങ്ങൾക്ക് നിങ്ങളൊരു മെൻറ്റർ എടുത്തിട്ട് ഇതിനെല്ലാം റിഫൈൻ ചെയ്ത് നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യണോ? അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് പൈസ നഷ്ടവുമില്ല. രണ്ടാമത് നിങ്ങളുടെ സ്കെയിലബിലിറ്റി ഫാസ്റ്റ് ആയിരിക്കും. മനസ്സിലായി. ഗ്രോത്തിന് ഒരു ഒരാൾ ഹാൻഡ് ഹോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സമാധാനം. പിന്നെ ഇതൊരു ഹസിൽ ലൈഫാണ്. പലപ്പോഴും നമുക്ക് ഈ ഉത്തരം എവിടെ പോയി ചോദിക്കണം എന്ന് അറിയത്തില്ല. നമ്മുടെ കോർ ടീം നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മൾ ഫൗണ്ടർ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും നമ്മളാണ് ഇതിൻ്റെ ആൻസർ തരുന്നതെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ കസ്റ്റമറിനോട് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആരാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ തരിക? ഓഫ് കോഴ്സ് മെൻറ്റർ തന്നെയാണ്. അപ്പോൾ ഒരു ബ്രാൻഡിന് ഒരു മെൻറ്റർ വന്നതുകൊണ്ടുണ്ടായ ഒരു മാറ്റമില്ലേ? അങ്ങനെ ഒരു സ്റ്റോറി പറയാം. സോ ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ പല ടൈപ്പ് ഡൊമൈനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ പഴയ ഫെയിലിയർ ആയ സാധനം തന്നെ ഞാനൊരു ഐഡിയ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് എൻബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞങ്ങൾ അവരെ മെൻറ്റർ ബ്രാൻഡാക്കി. മെൻറ്റർ ബ്രാൻഡ് ആക്കാനുള്ള ബേസിക് കാരണം അവളെ എംപ്ലോയബിലിറ്റി കരിക്കുലം മാത്രമല്ല കൊടുക്കുന്നത്. എക്സ്പേർട്സ് ആൻഡ് മെൻറ്റോസ് ആണ് അവർക്ക് വന്ന് സെഷൻസ് എടുത്ത് ഈ കുട്ടികളെ ആ കോർപ്പറേറ്റിലേക്ക് അലൈൻ ചെയ്ത് അവരെ ടാലൻറ്റിൽ നിന്ന് സ്കില്ലാക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ സ്കെയിൽ ചെയ്തേക്കുന്ന ഒരു ബ്രാൻഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേറ്റഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ് ഇതിൽ അവർ ഫസ്റ്റ് ഇൻഫ്യൂസ് ചിക്കൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തതാണ്. അവരിപ്പോൾ സ്കെയിൽ ചെയ്ത് ദേ ആർ ആക്ച്വലി അവർക്കിപ്പോൾ ഫ്രാഞ്ചൈസീസ് മൾട്ടിപ്പിൾസ് ആയി. പുറത്തുള്ള ബ്രാൻഡ്സ് ഉണ്ട്, കൈൻഡ് ഓഫ് ലൈക്ക് ബോംബെയിലുള്ള ഒരു ബ്രാൻഡുണ്ട്, അവർ ട്രൈസോൺ എന്ന് പറയുന്നത്. അവർ ബേസിക്കലി ഒരു MBAC ഇതാണ്. പക്ഷെ അവരെ ബേസിക്കലി ബ്രാൻഡ് പൊസിഷൻ ചെയ്ത് ഹാസ് മെയ്ഡ് ദ വേൾഡ് നോ ദാറ്റ് ദർ ഇസ് എ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ വിസിബിലിറ്റി ഉണ്ടാവും. ഞങ്ങൾ ഒരുപാട് പല ടൈപ്പ് ബ്രാൻഡ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് ഡൊമൈൻസ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ തന്നെ ബ്രാൻഡ്, ഇപ്പോൾ ഞാൻ എൻ്റെ കോ ഫൗണ്ടർ കൂടിയാണ് ഞാൻ പോക്കറ്റ് CFO എന്ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇന്ന് അവർ 3 ബ്രാഞ്ചസ് ഉണ്ട്. കോട്ടയത്തുണ്ട്, കൊച്ചിയിലുണ്ട്, കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിലുണ്ട്. അപ്പം ദ വേ ദേ ആർ സ്കെയിലിംഗ് ഇസ് ദറ്റ്, സോ ദ ഫാക്ട് ഇസ് ദറ്റ് ഐ നോ വൺ ജോബ്: how exactly to position that in a market in which the targeted customer or the consumer understand that what is their expertise of this particular service or the product. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഇവൻച്വലി ഇതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ തന്നെ ഇതിനെ ബ്രാൻഡ് ആക്കുകയാണ്. മനസ്സിലായി. അറ്റ് ദ റൈറ്റ് ടൈം ടു ദ റൈറ്റ് പേഴ്സൺ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം. ഈ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലായിടത്തും ബിസിനസ്സുകാരാണ്. പക്ഷെ നോട്ട് എവ്രി വൺ ബിക്കംസ് എ ബ്രാൻഡ്. ഇതിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫ്രം ആൻ ഓൺട്രപ്രണർ ടു എ ബ്രാൻഡ്. വാട്ട് ഇസ് ലാക്കിംഗ്? ഇവിടെ ഇപ്പം ഒരു മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് ഫ്രം യുവർ എക്സ്പീരിയൻസ് എന്താണത്? വെരി നൈസ് ക്വസ്റ്റ്യൻ ബൈ ദ വേ. ആദ്യത്തെ കാര്യം, എല്ലാ ബിസിനസ്സുകളും ബ്രാൻഡ് ആവത്തില്ല. ബിക്കോസ് ബ്രാൻഡ് ആവണമെങ്കിൽ ചില മേജർ ഇൻഗ്രീഡിയൻസ് വേണം. ബ്രാൻഡിന് എപ്പോഴും ഒരു ട്രേഡ് ഓഫ് ഉണ്ട്.
അതായത് ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഈ കാര്യങ്ങൾ ചെയ്യത്തില്ല. ഒരു ഗൈഡ് ലൈൻസും ഫ്രെയിം വർക്ക്സിലും വെച്ചിട്ടാണ് ബ്രാൻഡ് വളരുന്നത്. ബ്രാൻഡ് എപ്പോഴും ഒരു വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രാൻഡ് ഒരിക്കലും പ്രൈസ് കോൺഷ്യസ് മാർക്കറ്റിലല്ല. ബ്രാൻഡ് എപ്പോഴും ഒരു വാല്യൂ പ്രൊവൈഡിങ് മാർക്കറ്റായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഐഫോൺ എടുക്കാം. ഐഫോണിൻ്റെ പ്രൈസ് ഒരിക്കലും ഐഫോണിൻ്റെ ബയേഴ്സിന് ഒരു പ്രശ്നമല്ല. ആ പ്രൈസിൽ തന്നെ വാങ്ങും. ബിക്കോസ് ഐ വോണ്ട് ടു ബി എ പേഴ്സൺ ഹൂ ഈസ് യൂസിങ് ഐഫോൺ. പിന്നെ ലോയൽറ്റി ആയിരിക്കും. ഞാൻ എൻ്റെ ഈ ബ്രാൻഡിനോട് ലോയലാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഇന്നത് മതി എന്നുള്ള ആ ഒരു എഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇനീഷ്യലി MNCs ആയിരുന്നു ബ്രാൻഡായിട്ട് വന്നത്. MNCസിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു ആദ്യത്തെ ഒരു പോർട്ടൽ. ഇതിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുത്ത ഒരു പോർട്ടൽ ചാനൽ അഡ്വർടൈസ്മെൻ്റ് ഇനീഷ്യലി. പക്ഷേ പോസ്റ്റ് കോവിഡും അല്ലെങ്കിൽ ആ കോവിഡിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ ഡിജിറ്റലി ഇതെങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ, പിന്നെ അതിന് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, സെയിൽസ് എന്ന് പറയുന്ന ഒരു ട്രയഡാണ്. അതിൽ ഈ ബ്രാൻഡിങ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ പ്രോസസ്സാണ്. അതായത് ഒരു ഡിസൈൻ കൊണ്ട് ഒരു ലോഗോ ഉണ്ടാക്കുന്ന നല്ല ബ്രാൻഡിങ്. ഈ ബ്രാൻഡ് ബിൽഡിംഗ്, ബ്രാൻഡ് പൊസിഷനിങ്, ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സാധനം എന്ത് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് ബിൽഡ് ചെയ്യുന്നത്? ഈ സെയിം സാധനം അട്രാക്ഷനിലും എൻഗേജ്മെൻറ്റിലും കൺവേർഷനിലും ഡിലൈറ്റിലും വരുമ്പോൾ ആ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് അപ്രോച്ചിൽ എങ്ങനെയാണ് ഈ ബ്രാൻഡ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് അതിൻ്റെ കസ്റ്റമറിന് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമറിന് തോന്നണം ദാറ്റ് ഇതല്ലാതെ നമുക്ക് വേറെ വേറെ ഓപ്ഷൻ ഇല്ല. ആ ഓപ്ഷൻ വരുമ്പോൾ അതിലേക്ക് നമ്പേഴ്സ് കൂടി അതിൻ്റെ സ്കെയിലബിലിറ്റിക്കൊപ്പം തന്നെ ആ ഒരു വിശ്വാസമില്ല, ആ ട്രസ്റ്റ് വരുമ്പോഴാണ് ഏതൊരു ബിസിനസ്സും ബ്രാൻഡ് ആവുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലെഗസി ബിസിനസ്സുകൾ പലതും പൈതൃകമായിട്ടോ താഴ്വയോ വന്നിട്ട് ഇവിടെ ആൾക്കാരുടെ ട്രസ്റ്റ് കൊണ്ടാണ് നമ്മളതിനെ ബ്രാൻഡ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റിൽ നിന്നാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് നമ്മൾ അതിനെ ഡിജിറ്റലിയും ആസ് വെൽ ആസ് അതിനെ സ്ട്രാറ്റജിക്കലിയും നമ്മൾ പൊസിഷൻ ചെയ്താൽ ഇവൻച്വലി ആ ബ്രാൻഡിങ്ങിൻ്റെ ഇൻടാഞ്ചിബിൾ പ്രോസസ്സ് മാർക്കറ്റിങ്ങിലേക്ക് കയറി അത് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ ICP ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈലിലുള്ള ആ ഓഡിയൻസ് ഈ ബ്രാൻഡിനോട് എന്നും ലോയലായിരിക്കും. അങ്ങനെയാണ് ബ്രാൻഡ് ഉണ്ടാകുന്നത്. മനസ്സിലായി. ഓക്കെ. ഫ്ലെക്സി ക്ലൗഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അവസാനിപ്പിക്കുന്നതും ഫ്ലെക്സി ക്ലൗഡിലാവാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ദേ ഡു? സോ ഫ്ലെക്സി ക്ലൗഡിൽ വരണമെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റിൽ പോവുക, flexicloud.co.in. ഇതിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം റിവേർട്ട് ചെയ്യും. വിത്തിൻ 24 hours they'll come back to you. അല്ലെങ്കിൽ പോർട്ടലിൽ തന്നെ എല്ലാം പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സെർവർ സെറ്റപ്പ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മളുടെ ക്ലയൻ്റായിട്ട് ഓൺബോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സപ്പോർട്ട് ഡെസ്കിൻ്റെ ആവശ്യം വരണമെങ്കിൽ there is an inquiry thing where the rest of the team will revert back to you. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ വാട്ട് ഈസ് യുവർ ഡ്രീം? ഇനി അങ്ങോട്ടുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രീസിന് ബ്രാൻഡ്സ് ഉണ്ടാക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അട്രോസിറ്റിയിലും അഡ്വേഴ്സിറ്റിയിലും വളരുന്ന ഫൗണ്ടേഴ്സാണ് ഇവിടുത്തെ. കാര്യം തീയിൽ കുരുത്ത മനുഷ്യന്മാർ, അതാണ് കറക്റ്റ് വേർഡ്. അപ്പോൾ അങ്ങനെയുള്ള ഫൗണ്ടേഴ്സ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവർക്കൊരു ട്രാക്ഷനും ഉണ്ടെങ്കിൽ അതിനെ സ്കെയിൽ ചെയ്ത് ബ്രാൻഡാക്കാൻ ഞാനിവിടെ റെഡിയാണ്. അതിലേക്ക് അവർ എത്തിയാൽ മതി. കാരണം വെച്ചാൽ എനിക്ക് പ്രോസസ്സ് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇപ്പം പിന്നെ അത് മാത്രമല്ല, ഞാൻ മൾട്ടിപ്പിൾ ഡൊമൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഏകദേശം ഈ കാണുമ്പോൾ ഡോക്ടർ പോലെ പറയാൻ പറ്റും ഇത് വർക്കൗട്ട് ആവുമല്ലോ, അല്ലെങ്കിൽ ഇതിനെ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ കറക്റ്റായിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹമാണ്. ബിക്കോസ് നമ്മളൊരു വെണ്ടർ മാർക്കറ്റ് അല്ല, നമ്മളൊരു ബ്രാൻഡ് മാർക്കറ്റ് തന്നെയാണ്. അപ്പം അതാണ് എൻ്റെ. അപ്പോൾ അനുജ പറഞ്ഞ പോലെ തീയിൽ കുരുത്ത ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള മനുഷ്യന്മാരൊക്കെ കൃത്യമായ അനുജടുത്ത് എത്തട്ടെ. അവരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.